ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്വീൻ ടൈം. ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിളും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഏലൈൻ കുർത്തി ഇങ്ങനെ തയ്ക്കണേന്നാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഫാബ്രിക്ക് 2.5 മീറ്ററിൻ്റെ ജയ്പൂർ കോട്ടൺ ആണ്. ഇതിൻ്റെ വീതി വരുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ ഈ തുണീനെ നമുക്കിതുപോലെ ഒന്ന് നിവർത്തി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് സൈഡായിട്ട് വരുന്നത്. ഈ ഒരു ഭാഗം മടങ്ങിയതാണ്. ഇനി നമുക്ക് ഈ തുണീനെ ഇതുപോലെ 4 ആക്കി മടക്കാം. നമ്മൾ സാധാരണ ചുരിദാർ മടക്കണ പോലെ തന്നെ കട്ട് ചെയ്യാൻ നമ്മൾ മടക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ഇത് മടക്കേണ്ടത്. ഇതുപോലെ മടക്കുക. അതിനുശേഷം ആ ഒരു സൈഡിൽ നമുക്ക് 4 ഓപ്പണിംഗ് ആയിട്ട് കിട്ടും. ഇതുപോലെ ഒരു സൈഡിൽ ബോർഡറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ മടക്കുക. നമ്മൾ ഒരു അറ്റത്തായിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഞാൻ ലൈനിങ് ആയിട്ടൊരു 1.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ബോട്ട് നെക്ക് ആയതുകൊണ്ട് ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. സാധാരണ ഞാൻ 3 ഇഞ്ചാണ് എടുക്കാറ്. ഒരു 1/2 ഇഞ്ച് കൂട്ടി 3.5 എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2.5 ഇഞ്ച് ഷോൾഡറും പിന്നെ ഒരു 1/2 ഇഞ്ച് നമുക്ക് സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനും എടുക്കാം. ഇനി ഇവിടുന്ന് ആം ഹോളിൻ്റെ ലെങ്ത്താണ്, അത് 7 ഇഞ്ചാണ്. ഇതുപോലെ മാർക്ക് ചെയ്യുക. നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യണത് ആ ആം ഹോൾ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബാക്കി ഭാഗം ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യണത്. അത് ഞാൻ കട്ട് ചെയ്ത് ലാസ്റ്റ് കാട്ടി തരാം എങ്ങനെയാണത് മാർക്ക് ചെയ്യണതെന്ന്. അപ്പോൾ ലൈനിങ് ആയിട്ട് ഞാൻ കോട്ടൺ ഫാബ്രിക്കാണ് യൂസ് ചെയ്യണത്. അപ്പോൾ പകുതി വരെയാണ്, വേസ്റ്റിൻ്റെ അവിടം വരെ ഞാൻ ലൈനിങ് കൊടുക്കണുള്ളൂ. ഇനി ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ടാണ്, അത് ഞാൻ ഇവിടെ 9.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്രയാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് അതിൻ്റെ 4/1 എടുക്കുക. ഇനി ഇവിടുന്ന് 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി കൊടുത്തിരുന്നത്. ഇനി അവിടെ നിന്ന് തന്നെ താഴേക്ക് നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ട നെക്കിന് അത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു 3.5 ഇഞ്ചാണ്. അപ്പോൾ ബോട്ട് നെക്ക് ആയതുകൊണ്ട് നമുക്ക് മാക്സിമം 3.5 ഇഞ്ച് വരെ കൊടുക്കണതാണ് ആ ബോട്ട് നെക്കിന് ഭംഗി വരണത്. ഈ ഒരു 1/2 ഇഞ്ച് താഴേക്കുള്ളത് നമ്മൾ കട്ട് ചെയ്ത ശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യണ ഭാഗമായിരിക്കും താഴേക്കുള്ള 1/2 ഇഞ്ച്. അപ്പോൾ മുകളിൽ ഷോൾഡർ തയ്ച്ച് പോകുമ്പോൾ താഴേക്കുള്ള 1/2 ഇഞ്ച് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. അപ്പോൾ ഇതുപോലെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു കുർത്തേൻ്റെ ബോട്ട് നെക്ക്. ഇനി ഇവിടെ നിന്ന് ഒരു 18.5 ഇഞ്ചിൽ ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ സാധാരണ സ്ലിറ്റ് കൊടുക്കുന്നത് ഒരു 21-22 ഇഞ്ചിലായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നായിട്ട് ഒരു 2 ഇഞ്ച് കുറച്ച് മുകളിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുത്തെ വണ്ണം എനിക്കിവിടെ 8.5 ഇഞ്ചാണ്. അപ്പോൾ അതവിടുത്തെ ഒരു ഷേപ്പ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമാണ് അവിടുത്തെ ഷേപ്പ് അളവ് എടുക്കേണ്ടത്. അതിന് അവിടുന്ന് ഒരു തയ്യൽ തുമ്പ് കൂടിയും കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 14 ഇഞ്ചിൽ നമുക്കൊരു ഷേപ്പ് നമ്മൾ സാധാരണ കുർത്തിക്ക് കൊടുക്കാറുണ്ട്, വേണമെങ്കിൽ ഇതിനും കൊടുക്കാം. അത് കഴിഞ്ഞ് താഴേക്ക് ഒരു 18.5 ഇഞ്ചിലാണ് വീണ്ടും ആ ഒരു എ ലൈന് ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. അത് നമ്മുടെ സ്ലിറ്റ് ഇടുന്നതിൻ്റെ ഭാഗത്തുനിന്ന് മുകളിലേക്കാണ് ആ ഒരു അളവ് വരണത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ടോപ്പിന് എത്ര ലെങ്ത്ത് വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 43 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. പിന്നെ നമുക്കൊരു എക്സ്ട്രാ ഒരു 1.5 ഇഞ്ചോ തയ്യൽ തുമ്പ് കൂടി കൊടുക്കുകയാണ്. അങ്ങനെ 44.5 ഇഞ്ചിൽ ഇങ്ങനെയൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കാം. പിന്നെ താഴേക്ക് നമുക്ക് ഇത്ര തുണിയും കൂടി ഉള്ളൂ. കുറച്ചൊരു 5 ഇഞ്ച് നീളമുള്ള കുറച്ച് തുണി ഉണ്ടാവും. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ലെങ്ത്തായിട്ട് എടുക്കാം. ഇനി ഇവിടുന്ന് ഈ ഒരു അറ്റത്തു നിന്ന്, അതായത് ഓപ്പണിംഗ് സൈഡിൽ നിന്ന് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. ഇതെന്തായാലും നിങ്ങളത് ചെയ്യാൻ മറക്കരുത്. ഇതാണ് നമുക്ക് താഴെ ആ ഒരു എ ലൈന് കറക്റ്റ് ഒരു ഷേപ്പ് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അത് താഴേക്ക് ആ ഒരു എൻഡ് മാത്രം തൂങ്ങിക്കിടക്കും. അപ്പോൾ ഇതെന്തായാലും നിങ്ങളത് മാർക്ക് ചെയ്തേക്കണം. ഇനി ഈ തയ്യൽത്തുമ്പ് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റും ഈ താഴത്തുള്ള പോയിൻറ്റും ഇതുപോലെ ജോയിൻ ചെയ്യാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇതുപോലെ ഈ ഷേപ്പിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പാണ് ഈ ഒരു ലൈൻ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ അവിടുത്തെ തയ്യൽ തുമ്പ് എന്ന് പറയുന്നത് 1 ഇഞ്ച് കൊടുത്താൽ മതി.
അപ്പോൾ ഇതാണ് എ ലൈൻ കുർത്തീൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ 21 ഇഞ്ച് വീതി കിട്ടുന്നുണ്ട് ടോട്ടൽ തുണീൻ്റെ. ടോട്ടൽ 44 ഇഞ്ചാണ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ആം ഹോളിൻ്റെ അവിടെ നിന്നാണ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യണത്. ബാക്കിയെല്ലാം നമ്മൾ ചുരിദാർ കട്ട് ചെയ്യണ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഒരു ഫോൾഡ് ചെയ്ത ഭാഗമുണ്ട്, അതും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പീസ് ഇതുപോലെ നമ്മൾ നിവർത്തിയെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്ലീവാണ്. അപ്പോൾ ആ ഒരു സൈഡിലേക്ക്, ആ കൈക്കുഴീൻ്റെ അവിടെ നിന്ന് കിട്ടിയ സ്ലീവാണ് ഈ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് 12.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ താഴേക്ക് ഒരു തയ്യൽത്തുമ്പ് കൂട്ടാം, മുകളിലും ഒരു തയ്യൽത്തുമ്പ്, ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 10 ഇഞ്ചിൽ വീതി മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. ഇനി ഇവിടെ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മളവിടെ സ്ലീവ് ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ ആ അപ്പുറത്തേക്കുള്ള ഭാഗമാണ് നമ്മൾ സ്ലീവായിട്ട് എടുക്കുന്നത്. വേറെ എവിടെ നിന്നും നമുക്ക് സ്ലീവിനുള്ള തുണി കിട്ടില്ല. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ലെങ്ത്ത് ഒരു 13-13.5 ഇഞ്ച് വരെ നമുക്ക് ഈ ഒരു സ്ലീവിന് ലെങ്ത്തായിട്ട് കിട്ടും. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താഴെ ഇതുപോലെ ബോർഡറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ തുണി മടക്കിയ രീതി ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ 9.5 ഇഞ്ചാണ് അതിൻ്റെ നീളം വരുന്നത്. വീതി വരുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ ഇതുപോലെ ബാക്കി വന്ന ബോർഡർ തന്നെയാണ് നെക്കിൻ്റെ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബോർഡറിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു 1/2 ഇഞ്ച്, ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് നിങ്ങൾക്ക് ഇതുപോലെ തയ്യൽത്തുമ്പായിട്ട് ഇടുക. അതുപോലെ നമുക്ക് മടക്കി തയ്ക്കാൻ വേണമല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതിനെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നിങ്ങളുടെ ഒരു ബോർഡർ അനുസരിച്ച് ചെയ്യുക. പിന്നെ നെക്ക് ഡിസൈൻ വേണ്ടാത്തവർക്ക് അത് നമുക്ക് ഒഴിവാക്കാം. ഞാൻ ഇവിടെ ചെറിയൊരു മിറർ വർക്ക് പോലെ കുറച്ച് മിറർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബീഡ്സ് വർക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണല്ലോ എല്ലായിടത്തും ബീഡ്സ് വർക്കും അല്ലെങ്കിൽ ഇതുപോലെ മിറർ വെച്ചിട്ട് മിറർ വർക്ക് ചെയ്യണത്. വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാം. അതൊക്കെ ഈ ഒരു സമയത്ത് സ്റ്റിച്ച് ചെയ്യണം മുന്നേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് ഞാനിതുപോലെ ഗോൾഡൻ കളർ ലേസ് വയ്ക്കുന്നുണ്ട്. ഇതിനെ പറയണത് സമോസ ലേസ് അല്ലെങ്കിൽ ഗോട്ട ലേസ് എന്ന് പറയും. ഇത് നമുക്ക് ആമസോണിലും ഓൺലൈനിലും എല്ലാം കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു റോളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ സിൽവറും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ 3 കളേഴ്സാണ് അതിനുള്ളത്. ഇനി നമുക്കിത് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്തിട്ട് ഞാൻ ആ മിഡിൽ ഇതുപോലെ ജോയിൻ ചെയ്തു. ഇനി നമ്മൾ ആ ഒരു ബോർഡർ നെക്കിൻ്റെ നടുക്കിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബോർഡർ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ക്യാൻവാസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ക്യാൻവാസും ഇതുപോലെ വെച്ച് കൊടുക്കാം.
അപ്പോൾ ക്യാൻവാസ് കയ്യിലില്ലാത്തവരാണെങ്കിൽ വെറുതെ ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി. ക്യാൻവാസ് ഉണ്ടെങ്കിൽ അത് ഇത്തിരിയും കൂടി പെർഫെക്റ്റായിട്ട് ഇത്തിരി കറക്റ്റായിട്ട് ആ ഒരു നെക്ക് ഷേപ്പും കിട്ടും, നല്ല സ്റ്റിഫായിട്ടിരിക്കും. അതിനാണ് നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യണത്. പിന്നെ അതിൻ്റെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിടാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് പീസിലും ഞാൻ ലൈനിങ് കൊടുത്തിട്ടില്ല, ഇതുപോലെ പൈപ്പിങ്ങും കൊടുത്തിട്ട് ഇതുപോലെ മറിച്ചിടാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് ഞാൻ ലൈനിങ് കൊടുക്കുന്നത്. ഇനി നമുക്കത് ഷോൾഡറാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. ഞാൻ ഇതുപോലെ ഒരു നെക്കിൻ്റെ ആ പൈപ്പിംഗ് കൊടുത്ത ഭാഗം ലൈനിങ് പീസ് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഷോൾഡർ എല്ലാം നല്ല നീറ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നെക്ക് നിങ്ങൾക്ക് പതിച്ചടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലീവ് ജോയിൻ ചെയ്യാണ്. അപ്പോൾ സ്ലീവിൽ ഞാൻ ലൈനിങ് ഒന്നും കൊടുക്കണില്ല, കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു സൈഡും നല്ല വശം ചേർത്തിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ സ്ലീവ് നമ്മൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ആ മെഷർമെൻറ്റ്സ് ഒന്നുകൂടി മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു അളവ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ആം ഹോൾ മാർക്ക് ചെയ്യുക, അതുപോലെ ഇവിടുത്തെ നമ്മൾ കണ്ടുപിടിച്ച ചെസ്റ്റ് റൗണ്ട് 19.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മിഡിലിൽ ആയിട്ട് വേണം, അതിൻ്റെ പകുതി അങ്ങനെ ആയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇവിടുത്തെ വണ്ണം എത്രയാണെന്ന് നോക്കിയിട്ട് ഇത് മാർക്ക് ചെയ്യുക. ഇത് ഹിപ്പ് റൗണ്ടിൻ്റെ അവിടുത്തെ അളവാണ്. ഇനി സ്ലീവിൻ്റെ അവിടുത്തെ വീതി അതിവിടെ 5 ഇഞ്ചാണ്. മുകളിലേക്ക് വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക, അല്ലെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. 6 ഇഞ്ച്, 6.5, 7 അങ്ങനെയായിട്ടാണ് ഞാൻ സ്ലീവിൻ്റെ വീതി മാർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്യണത്. ഇനി താഴ്ഭാഗം ഇതുപോലെ മടക്കി തയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോർഡർ തന്നെ വേറെ ബോർഡർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ഒരു 2-3 ഇഞ്ച് വീതിയിൽ നമുക്കത് താഴെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ പ്ലെയിനായിട്ട് തന്നെ ജസ്റ്റ് മടക്കി തയ്ച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ 2 സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗമാണ് ഇനി മടക്കി തയ്ക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഈ ഒരു കുർത്തീനെ ഭംഗിയാക്കാം. നല്ല ഭംഗിയുള്ളൊരു A-ലൈൻ കുർത്തിയാണ്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയറും ലൈക്കും ചെയ്യും. ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.